മനുഷ്യനെ മരിച്ച സംഗതി വളരെ ഗൗരവമാണ്. പക്ഷെ ഈ ഗൗരവം ആർക്കും തിരിയാത്തത് മരിച്ചവരാരും ഈ കഥ പറയാൻ തിരിച്ചു വരുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഒരാളെങ്ങാനും മരിച്ചവനെ അള്ളാഹു തിരിച്ചയച്ചിരുന്നെങ്കിൽ പള്ളിക്കാട്ടേക്ക് പിന്നെ മയ്യത്തും കെട്ടിലേറ്റ് പോകാൻ ആളെ കിട്ടൂലായിരുന്നു. നമ്മളില്ലാന്നറിയും. സംഗതി നമുക്കും പോകാനുള്ളത് തന്നെയാണ്, പോകുമ്പോൾ പോവാ. പിന്നെ കൊണ്ടുപോണ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണെന്നറിയും. പക്ഷെ അത് പിന്നെയും ഇങ്ങനെ നമ്മൾ കൊണ്ടുപോണത് എന്താ നടക്കണമെന്നുള്ളതിന്റെ വിവരം നമ്മളെയൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂൽ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പള്ളിക്കാട്ടിലെ നടക്കുന്ന ഖബറിൽ നടക്കുന്ന ശിക്ഷ കന്നുകാലികൾക്ക് അറിയാനുള്ള ശക്തി അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മൃഗങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. ഓരോന്നിനെയും ഓരോ കോലത്തിലല്ലേ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പൊ ജിന്നിനെ സൃഷ്ടിച്ച മാതിരിയാ മനുഷ്യനെ അല്ല. മനുഷ്യനെ മണ്ണുകൊണ്ടാണ്, ജിന്നിനെ തീയോണ്ടാണ്. അപ്പൊ തീയോണ്ട് സൃഷ്ടിച്ചപ്പെട്ട പ്രത്യേകത എന്താ? ഈ സാധനത്തിന്റെ ചോട്ടുള്ളത് എന്താണ്? തീയോണ്ട് ഉണ്ടാക്കിയവന് കാണാൻ പറ്റും, നിങ്ങൾക്കും എനിക്കും കാണാൻ പറ്റൂല. നിങ്ങളുടെ എന്റെ സൃഷ്ടിപ്പ് വേറെയാണ്. ഈ സാധനത്തിന്റെ അടിയിൽ ഇപ്പൊ എന്താ കിടക്കണമെന്നുള്ളത് ഇവിടെ നിന്നുകൊണ്ട് തുറന്നു നോക്കാതെ ജിന്നിന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ജിന്നിനെ സേവിച്ച ആണും പെണ്ണും ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കണത്. ചില ആൾക്കാർ അതിനെ അംഗീകരിച്ചിട്ട് തലയെ കയറ്റുന്നു, ചില ആൾക്കാർ അതില്ല എന്നറിഞ്ഞ് നിഷേധിക്കുന്നു. രണ്ടു കൂട്ടർക്കും തെറ്റുപറ്റിയിരിക്കുന്നു. അംഗീകരിച്ച് തലയിൽ കയറ്റാൻ പോകേണ്ട ആവശ്യമില്ല, അത്ര നല്ലൊരു കാര്യം നല്ലത്. ജിന്നിനെ സേവിക്കലും ശൈത്താനെ സേവിക്കലും അത്ര നല്ല കാര്യമല്ല. പക്ഷേ അതിനെ നിഷേധിക്കാൻ പോണതും അബദ്ധാണ്. കാരണം അതുള്ള കാര്യമാണ്. ഉള്ളതിനെന്തിനാ നിഷേധിക്കാൻ പോണ്? പണ്ടം പോയിട്ടുണ്ടെന്ന് പോയി പറഞ്ഞാൽ പണ്ടം എന്നോടത്തുണ്ടെന്ന് ജിന്ന് പറഞ്ഞു കൊടുക്കും. അവിടെ പോയി തപ്പിയാ പണ്ടം കിട്ടും ചെയ്യും. എങ്ങനെ സംഗതി? ഇതാണ് സംഗതി. ജിന്നിനെ നമ്മൾ അഗ്നി കൊണ്ടുണ്ടാക്കി എന്ന് അള്ളാഹു പറയും. ആ അഗ്നി കൊണ്ടുണ്ടാക്കിയ ജിന്നിന് അത്ഭുത ശക്തിയുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. ഖുർആൻ തെളിവാണ്. ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി. സുലൈമാൻ നബി അലൈഹിസ്സലാം ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം അങ്ങോട്ട് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോ ആരാ കൊണ്ടുവരാന്ന് ചോദിച്ചു. പരിശുദ്ധ ഖുർആൻ പറയാം, ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി. ജിന്ന് വർഗത്തിൽപ്പെട്ട ഇഫ്രീത്ത് എന്നവൻ പറഞ്ഞു ഞാൻ കൊണ്ടുവരാം. എപ്പോ? എത്ര പെട്ടെന്ന് വേണോ ഒപ്പം ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ പറയും. അപ്പൊ ജിന്നിന് ശക്തിയുണ്ട്. അതൊക്കെ ഖുർആൻ മൂലം തെളിഞ്ഞ കാര്യമാണ്. ഈ ജിന്നിനെ സേവിക്കാൻ മനുഷ്യന് കഴിഞ്ഞെന്നും വരും. ജിന്നിനെ മാത്രമല്ല ശൈത്താനും സേവിക്കാം. അങ്ങനെ ലോകത്ത് വലിയ വലിയ ദുർമന്ത്രവാദങ്ങളൊക്കെ നടത്തിയിട്ട് പലരും ജീവിക്കുന്നുണ്ട്. അതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. പക്ഷെ അത് നല്ല വഴിയല്ല എന്ന് മാത്രം. അപ്പൊ അതിനെ അംഗീകരിച്ച് തലയിൽ കയറ്റുന്നതോ ശരിയല്ല, അതിനെ നിഷേധിക്കുന്നതോ അത്രയും ശരിയല്ല. അങ്ങനെയൊക്കെ ചില സംഗതികൾ ഈ ലോകത്തുണ്ട് എന്ന് വിശ്വസിക്കുക, എന്നിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, അള്ളാഹുവിൽ അഭയം പ്രാപിക്കുക. ഇത് മാത്രമാണ് ഒരു സത്യവിശ്വാസിക്ക് മുമ്പിലുള്ള വഴി. ആ മാതിരിയുള്ള വടക്കിന്റെ മാർഗങ്ങളിൽ നിന്ന് അള്ളാഹു തന്നെ കാത്തുരക്ഷിക്കുമെന്ന ഉത്തമ ബോധ്യം ഒരുവന് വന്നു കിട്ടണം. അതാണ് സത്യവിശ്വാസത്തിന്റെ ലക്ഷണം. എന്റെ റബ്ബ് മതി എന്നെ കാക്കാന്നുള്ള അവസ്ഥ വരണം. അള്ളാഹു കാക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ കന്നുകാലികൾക്ക്, മൃഗങ്ങൾക്ക് പള്ളിക്കാട്ടിൽ ചിലപ്പോൾ തുമ്പിരിടുത്ത് കാളകൾ ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പുല്ല് തിന്നുന്നതിനിടയിൽ ആ പുല്ലിന്റെ ചോട്ടിലുള്ള ഖബറിൽ നടക്കുന്ന മർദ്ദന, ദണ്ഡന, താടന, പീഡനം, അതിന്റെ ശബ്ദഘോഷം, അതിന്റെ ബഹളം, അത് കേട്ടിട്ടാണോ അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ദുഷിച്ച ഒരു മനുഷ്യനാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ മയ്യത്ത് ഖബറടക്കാൻ കൊണ്ടുപോകുമ്പോ എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ വിട്ടേക്കണേ, എന്റെ മക്കളാണാ നിൽക്കുന്നത്, എന്റെ ഭാര്യയാണാ കരയുന്നത്, എന്റെ വീടാണത്, എന്റെ തൊടിയാണത്, എങ്ങോട്ടാ നിങ്ങൾ എന്നെ കെട്ടിവലിച്ചു കൊണ്ടുപോണത്, എന്നെ വഴിയിൽ തന്നെ വിട്ടേക്കണേ, വിട്ടേക്കണേ എന്ന് ആ മനുഷ്യൻ കരഞ്ഞ് 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 അട്ടഹസിക്കും. നിങ്ങൾക്കെങ്ങാനും ആ കരച്ചിലുകൾക്ക് ിരുന്നെങ്കിൽ നിങ്ങൾ പേടിച്ചരണ്ടു പോകുമായിരുന്നുവെന്ന് ലോകത്തിന്റെ ആത്മീയ രഹസ്യങ്ങൾ പഠിപ്പിക്കാൻ വന്ന ലോകത്തിന്റെ ഗുരുഭൂതരേ, വിശ്വത്തിന്റെ അധ്യാപകനെ, ലോകം സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതരായ വിജ്ഞാനത്തിന്റെ നിറകുടമേ, പരിവർത്തനത്തിന്റെ മഹാധ്വജമേ, വിപ്ലവത്തിന്റെ തീപ്പന്തമേ, വിമോചനത്തിന്റെ തത്വശാസ്ത്രമേ, ജീവന്റെ മേഖലകളെ പുൽകാൻ വന്ന സകലമാന വെളിച്ചത്തിന്റെയും പ്രഭവകേന്ദ്രമേ, സകലമാന തത്വവിചാരത്തിന്റെയും ആത്മനാഥമേ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം പറയുകയാണ്, ആ മനുഷ്യന്റെ കരച്ചിൽ കേൾക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ മയ്യിത്തിട്ടേച്ച് ഓടുന്ന അവസ്ഥ വരെ നിങ്ങൾക്കുണ്ടാകുമായിരുന്നുവെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. മരണം എത്ര ഗൗരവമുള്ളതാണ്. അടിയേറ്റവൻ രക്ഷയ്ക്ക് വേണ്ടി അട്ടഹസിക്കുന്ന പോലെ അവൻ അട്ടഹസിക്കുമെന്ന് പറയുന്നു.
മുള്ള് ഒരു ശരീരത്തിൽ കുത്തിയാൽ വേദനിക്കും, മരണത്തിന്റെ വേദന അതിനേക്കാൾ കൂടുതലായിരിക്കുമെന്ന് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. കാരണം മുള്ള് ഒരു സ്ഥലത്ത് കുത്തിയാൽ വേദനിക്കുന്നത് ആ പ്രദേശം മാത്രമാണ്. കയ്യിലാണ് മുള്ളു കുത്തിയതെങ്കിൽ കയ്യിന്റെ ആ കുത്തിയ ഭാഗത്ത് മാത്രമാണ് വേദന. മരണം അങ്ങനെയല്ല, റൂഹ് പിടിച്ചു വലിക്കലാണ്. മജ്ജയിലൂടെ, മാംസത്തിലൂടെ, എല്ലിലൂടെ, മുടിയിലൂടെ, രോമകൂപങ്ങളിലൂടെ, ഹൃദയത്തിലൂടെ, മനസ്സിലൂടെ, ബുദ്ധിയിലൂടെ, സകലമാന ശരീരത്തിന്റെ ബിന്ദുക്കളിലൂടെയും ഈ റൂഹാകുന്ന ആത്മാവിനെ പിടിച്ചു വലിക്കുകയാണ്. കയ്യിലൊതുങ്ങാത്ത വേദന, കാലിലൊതുങ്ങാത്ത വേദന, തലയിലൊതുങ്ങാത്ത വേദന, നെഞ്ചിലൊതുങ്ങാത്ത വേദന, ശരീരം മുഴുക്കെ ബാധിക്കുന്ന വേദനയാണ്. അതൊരു പ്രത്യേകമായ സ്ഥലത്തിന്റെ വേദനയല്ല, മനുഷ്യ ശരീരത്തിന്റെ മുഴുവൻ വേദനയാണ്. ആ വെപ്രാളത്തെയാണ് നസ്ഉ എന്ന് പറയുന്നത്. മരണവെപ്രാളമാണ് നസ്ഉ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുകയാണ്. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ പറഞ്ഞാൽ മനുഷ്യന് സമയമില്ല, സന്ദർഭമില്ല. റസൂലിനെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അതിന് മനസ്സില്ല. 5 വഖ്ത് മസ്ജിദിൽ വന്നുകൊണ്ട് നമസ്കരിക്കാൻ അവന് തയ്യാറില്ല. മറ്റൊരു നല്ല കാര്യത്തിനും തയ്യാറില്ല. പരദൂഷണത്തിന് തയ്യാറാണ്. ആളുകളെ കുറ്റം പറയാൻ, അവരെ എതിർക്കാൻ, പാരവക്കാൻ, നശിപ്പിക്കാൻ, ശത്രുത, കടമത്സരം, പക, അസൂയ, കെടുമ്പ്, കടമത്സരത്തിന്റെ കുടിർട്ട് ബുദ്ധികൾ ഇതെല്ലാം പ്രയോഗിച്ചുകൊണ്ട് രാവിലെ വൈകുന്നേരമാക്കാൻ, രാത്രി വെളുപ്പിക്കാൻ ഓടി നടക്കുന്ന മനുഷ്യൻ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അവൻ മരണത്തെ ഓർത്തുകൊണ്ട് കഴിയുമായിരുന്നു. ഒരു ദിവസം ഒരിക്കലെങ്കിലും മരണത്തെ ഓർക്കാത്തവന്റെ സ്ഥിതി കഷ്ടമാണ്. എനിക്ക് മരിക്കണേ റബ്ബേ, എന്റെ ജീവിതം ഒടുങ്ങുന്ന ദിവസം വരാനുണ്ട് റബ്ബേ, എന്റെ ജീവിതമെല്ലാം അവസാനിച്ച് ഭാര്യയില്ലാതെ മക്കളില്ലാതെ ഞാൻ അവസാനിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട് റബ്ബേ. ഇമാം ഗസ്സാലി മരണത്തിന് പറഞ്ഞൊരു വാക്ക് വായിച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഇമാം ഗസ്സാലി പറയാണ്, ഒരു മനുഷ്യൻ മരിക്കാന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ നിന്ന് അവന്റെ സ്വത്തും ഭാര്യയും മക്കളെയും കൊള്ളയടിച്ചിട്ട് അവനെ നാട് കടത്തലാണ്. മഹാന്മാരായ ആരിഫീങ്ങളുടെ ഭാഷ എത്ര ശക്തമാണ്! ഹോ, ഇത്ര ഗൗരവമായിട്ട് മരണത്തെപ്പറ്റി ഒരാള് പറഞ്ഞത് ഞാൻ ഇന്ന് വരെ എവിടെയും വായിച്ചിട്ടില്ല. ഇമാം ഗസ്സാലി വാഴ്ത്തപ്പെടട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ ആ മഹാപണ്ഡിത കേസരിക്ക് സകലമാന അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യട്ടെ. ഇമാം ഗസ്സാലിക്ക് പണ്ഡിതന്മാർ നൽകിയ പേര് തന്നെ ഹുജ്ജത്തുൽ ഇസ്ലാം എന്നാണ്. ഇസ്ലാമിന്റെ ദൃഷ്ടാന്തം, ഇസ്ലാമിന്റെ ലക്ഷണം, ഇസ്ലാമിന്റെ പ്രൂഫ്, ഇസ്ലാമിന്റെ തെളിവ് അതായിരുന്നു ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു. ഇമാം ഗസ്സാലി പറയുകയാണ്, ഒരാളിൽ നിന്ന് അവന്റെ ഭാര്യയെ കട്ടെടുത്തു, അവന്റെ മക്കളെ മോഷ്ടിച്ചെടുത്തു, അവന്റെ സ്വത്തും മോഷ്ടിച്ചെടുത്തു, എന്നിട്ട് അവനെ നാട് കടത്തി. ഭാര്യയും വേണ്ട നിനക്ക്, മക്കളും വേണ്ട നിനക്ക്, സ്വത്തും വേണ്ട നിനക്ക്, നീ ഈ നാട്ടിൽ പാർക്കാനും സമ്മതിക്കൂല, നാട് വിടടാ, പള്ളിക്കാട്ടിലേറടാ, ഈ നാട് വിട്ടോടിപ്പോടാ എന്ന് പറഞ്ഞ് ഒരുവനെ നാട് കടത്തുന്ന ഏർപ്പാടിന്റെ പേരാണ് മരണം എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു. ശരിയല്ലേ സഹോദര? എന്നാലോചിച്ച് നോക്ക്, നാട് കടത്തലല്ലേ അത്? നിങ്ങളെ നാടും എന്റെ നാടും പിന്നെ നിങ്ങളും ഞാനും കാണുന്നുണ്ടോ? ഞാൻ ചിലപ്പോ എന്റെ വീട്ടിലിരിക്കുമ്പോൾ ആലോചിക്കും, എന്റെ മയ്യത്ത് കുളിപ്പിക്കണത് കാണേണ്ട ചുമരല്ലേ ഇത് എന്ന്. സത്യല്ലേ ഇത്? ഇന്ന് നിങ്ങളും ഞാനും കുളിക്കുന്ന വീട്ടിലല്ലേ അള്ളാഹു വേണ്ട ചെയ്താലും നമ്മളെ മയ്യത്താക്കിയിട്ട് കിടത്തിയിട്ട് കുളിപ്പിക്കുക? നമ്മൾ ഇന്ന് കുളിക്കുന്ന വീട്ടിലെ നാളെ നമ്മളെ നിലക്ക് കിടത്തുകയാണ്. അനങ്ങാന് വയ്യ, സോപ്പ് തേക്കാൻ കയ്യനങ്ങുന്നില്ല, ചകിരിത്തിപ്പെടുക്കാൻ കയ്യനങ്ങുന്നില്ല, വെള്ളം വലിക്കാൻ കയ്യനങ്ങുന്നില്ല, അവനെ കുളിപ്പിക്കാൻ ആളുകൾ വേണം. അവൻ അനങ്ങാതെ കിടക്കുകയാണ്. ചുടുവെള്ളം കൊണ്ടോ തണുത്ത വെള്ളം കൊണ്ടോ അവനെ കുളിപ്പിച്ച് അവനെ അതാ ശരീരം ഒരു വെള്ള വസ്ത്രം കൊണ്ട് മൂടി അവനെ കട്ടിലിൽ വെച്ച് മണ്ണിന്റെ അടിയിൽ കൊണ്ടുപോയി താഴ്ത്തി വെക്കുകയാണ്. ആദ്യത്തെ മരണത്തിന്റെ ശേഷമുള്ള ആദ്യത്തെ രാത്രിയെക്കുറിച്ചൊന്ന് ആലോചിച്ചിട്ടുണ്ടോ നീ യുവാവേ? ആദ്യ രാത്രി എന്നൊരു രാത്രിയുണ്ട് നമുക്ക് ജീവിതത്തിലെ. ഏതൊരു ചെറുപ്പക്കാരനും വിവാഹം ചെയ്ത് അവന്റെ ഇണയുമായിട്ട് ആദ്യമായി സന്ധിക്കുന്ന രാത്രി ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട രാത്രിയാണ്. അതിനെയാണ് ആദ്യ രാത്രി എന്ന് മലയാളികളും ഫസ്റ്റ് നൈറ്റ് എന്ന് ഇംഗ്ലീഷുകാരും വിളിക്കുന്നത്. പക്ഷേ എന്റെ സഹോദരന്മാരെ, അതിനേക്കാൾ ഭീകരമല്ല. ഭീകരമായ ഒരാദ്യ രാത്രി ഒരു മനുഷ്യന് കടന്നു വരാൻ പോണില്ലേ? ഖബറിൽ കൊണ്ടുപോയി ആക്കി വെച്ചിട്ട് ബന്ധുക്കൾ മടങ്ങിപ്പോയ ശേഷമുള്ള ആദ്യത്തെ രാത്രിയാണ്. മുകളിൽ മുഴുവൻ കല്ലിന്റെ വരികളാണ്, ഇടതുഭാഗത്ത് പാറയാണ്, വലതുഭാഗത്ത് പാറയാണെല്ലാം വെച്ച മണ്ണിന്റെ അടിയിലാണ്.